പോലീസുകാർ ജനങ്ങളോട് ചെയ്യുന്ന കാര്യങ്ങൾ ഒരു ഭാഗത്ത് നിൽക്കട്ടെ, അതുണ്ട്. 10ാമത്തെ സർക്കുലർ ഇറങ്ങിക്കഴിഞ്ഞു, സാറ് മാഡം എന്ന് വിളിക്കണം എന്ന് പറഞ്ഞിട്ട് ഹൈക്കോടതിയും കൂടി ഇടപെട്ട് ഗതികെട്ട് വീണ്ടും ഇറക്കുകയാണ് നമ്മുടെ DGP, നിങ്ങളത് മര്യാദയിൽ പെരുമാറുന്നു. പക്ഷെ മര്യാദയിൽ പെരുമാറാനായി പോലീസുകാർക്ക് എന്തു കൊടുക്കുന്നു? 2 ലക്ഷം കിലോമീറ്ററിലേറെ ഓടി കട്ടപ്പുറത്തിരിക്കേണ്ടുന്ന ജീപ്പുകളും അതുപോലെ തന്നെയുള്ള ഏറ്റവും മോശമായിട്ടുള്ള കമ്പ്യൂട്ടറുകളും ഇപ്പോഴും ഉണ്ട് പോലീസ് സ്റ്റേഷനുകളിൽ. ഞാൻ ADGPയുടെയോ IGPയുടെയോ ഒന്നും ഓഫീസിലെ കാര്യമല്ല പറയണത്, ഈവൻ DSP ഡിവിഷനുകളിലിരിക്കുന്ന DSPമാരുടെ കാര്യമല്ല പറയണേ. ആക്ച്വലി നമ്മളുടെ പെറ്റീഷൻ അടിക്കുന്ന പോലീസുകാരൻ ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടർ ഏതാണ്? ഞാൻ മാക് ഉപയോഗിച്ചുകൊണ്ടാണ് എൻ്റെ ഓഫീസ് വർക്ക് ചെയ്യുന്നത്. കള്ളൻ അല്ലെങ്കിൽ ക്രൈം ചെയ്യുന്നവനും മാക് ഉപയോഗിച്ചുകൊണ്ടാണ് ചെയ്യുന്നത്. ഈ പോലീസുകാരൻ ഇരിക്കുന്നത് ഇപ്പോഴും ഏത് യുഗത്തിലെ കമ്പ്യൂട്ടർ ഉപയോഗിച്ചുകൊണ്ടാണെന്ന് ആലോചിക്കണം. നമ്മുടെ IT ആക്ട് എത്ര പഴയതാണെന്ന് ആലോചിച്ച് നോക്കണം. എത്ര പുതിയ ക്രൈമുകൾ വന്നു. അപ്പോൾ അതിനെ അഡ്രസ്സ് ചെയ്യാവുന്ന ആക്റ്റുകൾ വരുന്നുണ്ടോ? ഇനി അങ്ങനെ ഒരു ആക്ട് ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ച് കൃത്യമായി ഇൻഫോർമേഷൻ പോലീസിന് കിട്ടുന്നുണ്ടോ? സുപ്രീം കോടതി ജഡ്ജ്മെൻറ്റ് വരുന്നു, ഇങ്ങനെ പെരുമാറണം അല്ലെങ്കിൽ ഇങ്ങനെയാണത് ചെയ്യേണ്ടത്. പോലീസുകാർക്ക് അറിയില്ല. ശരിയാണ്, ഇതിലൊക്കെ വളരെ ലിമിറ്റേഷൻ ഉണ്ട് എന്ന് പറയാം. പക്ഷേ ലിമിറ്റേഷനുകളെ മറികടക്കാൻ വേണ്ടി നമ്മൾ എന്തെടുത്തു? എത്രത്തോളം മോഡേണൈസിങ് ദ പോലീസ് നടക്കുന്നുണ്ട്? ഫണ്ട് മാറ്റി വയ്ക്കുമ്പോൾ മോഡേണൈസിങ് ദ പോലീസ്, വെഹിക്കിൾസ് ദ പോലീസ്, അതുപോലെ എന്താ പറയുക, ട്രെയിനിങ് ഓഫ് ദ പോലീസ് തുടങ്ങിയ കാര്യങ്ങളാണ്. ഹൗസിങ്, എത്ര കാര്യങ്ങളാണ്. ഈ പോലീസുകാർ വീട്ടിൽ ചെന്നിട്ട് അവരുടെ ഫാമിലിയുമായി മിങ്കിൾ ചെയ്യുന്ന സമയം ആലോചിച്ച് നോക്കൂ. മറ്റു ഏതെങ്കിലും ഉദ്യോഗസ്ഥർ ലീവ് എടുത്ത് പോകുന്ന പോലെ അവർക്ക് പോകാൻ സാധിക്കാറുണ്ടോ? എന്നാൽ മുങ്ങാൻ സാധിക്കുന്ന ധാരാളം പോലീസുകാരുണ്ട്. ഞാൻ രാഷ്ട്രീയത്തിനെതിരോ അസോസിയേഷനെതിരോ അല്ല, ഞാനൊരു രാഷ്ട്രീയം കൂടി ഇഷ്ടപ്പെടുന്ന, രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ആളും കൂടിയാണ്. പക്ഷേ പോലീസ് അസോസിയേഷനിൽ ഇരിക്കുന്ന ആളുകൾ എന്താ ചെയ്യുന്നത്? അവർ അസോസിയേഷൻ്റെ പേരും പറഞ്ഞുകൊണ്ട് പലരും ഇരിക്കുന്നത് സൈബറിലാണ്, പലരും ഇരിക്കുന്നത് അതുപോലത്തെ മറ്റേ SBCIDയിലോ അല്ലെങ്കിൽ അങ്ങനത്തെ സ്ഥലങ്ങളാണ്. പണിയെടുക്കണ്ട, ലോക്കലിൽ പോയി വെയിൽ കൊണ്ട് പണിയെടുക്കണ്ട, ജനങ്ങളുടെ ചീത്ത കേൾക്കണ്ട, ഒന്നും വേണ്ട. ഞാൻ വിളിക്കുന്നു, അപ്പുറത്തെ വീട്ടിലെ മാവ് എൻ്റെ വീട്ടിലേക്ക് വീണു, എൻ്റെ വീട്ടിലെ ഗ്യാസ് പൊട്ടിത്തെറിച്ചു, എൻ്റെ കുഞ്ഞിൻ്റെ വായയിൽ ഗോലി കുടുങ്ങി. നമ്മൾ എല്ലാത്തിനും പോലീസിനെ വിളിക്കുക. പക്ഷെ അതിനൊക്കെ ഉള്ള എന്ത് സംവിധാനമാണ് മൂവ്മെൻറ്റ് ചെയ്യാൻ? അവരുടെ ബൈക്ക് എടുത്ത് വരണം. ആ പെട്രോളിൻ്റെ കാശ് ആര് കൊടുക്കും? കേസ് അന്വേഷിക്കാൻ വേണ്ടി പോയി 4000 രൂപ കൊടുക്കും ചിലപ്പോൾ ട്രെയിൻ ടിക്കറ്റ്. പക്ഷേ എത്ര പൈസ വരും ബംഗാളിൽ പോയി കേസ് അന്വേഷിക്കാനോ മറ്റു സ്ഥലങ്ങളിൽ അന്വേഷിക്കാൻ? ഇങ്ങനെ ഒരുപാട് പോലീസിങ്ങുമായി ബന്ധപ്പെട്ട ധാരാളം വിഷയമുണ്ട്. പുതിയ കാലമാണ്, പക്ഷേ പോലീസിന് പുതിയതായിട്ടൊന്നും കിട്ടുന്നില്ല.